വെൽക്കം ബാക്ക് ടു ലേണിനു. ഇന്ന് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എക്സാം കഴിഞ്ഞു. അപ്പൊ അതിന്റെ റിവ്യൂ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം നല്ലൊരു പേപ്പർ തന്നെയായിരുന്നു. ഒരുപാട് ടഫ് ആയിരുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. നന്നായി പ്രിപ്പയർ ചെയ്തവർക്ക് നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പേപ്പർ ആയിരുന്നു. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസിന്റെ ഒരു ഫീഡ്ബാക്ക് എടുത്തപ്പോഴത്തേക്കും കുറച്ചു പേരൊക്കെ നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതാൻ പറ്റി. 80+ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്തവരുണ്ട്. പക്ഷെ കുറച്ചു പേർക്ക് ചില ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിങ് ആയി തോന്നി. അതായത് പഠിച്ചതാണെങ്കിലും ഏത് ആൻസർ എഴുതും എന്നുള്ള രീതിയിൽ കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ കുറച്ച് ടഫ് ആയിരുന്നു എന്ന് പറഞ്ഞവരും ഉണ്ട്. അപ്പം ഓരോരുത്തരുടെ ഒരു പ്രിപ്പറേഷൻ ലെവൽ എന്ന് വെച്ചാൽ നല്ല ഡീപ്പായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തവർക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റിയ ഒരു പേപ്പർ ആയിരുന്നു. വളരെ ടഫ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ വളരെ ഈസി ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും പെട്ടെന്ന് നോക്കി അപ്പൊ തന്നെ എഴുതാൻ പറ്റുന്ന രീതിയിലാണെന്നും പറയുന്നില്ല. ഓക്കെ, പിന്നെ ഇതില് നമ്മളെ ലേണിനോയില് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തവർക്കാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള വീഡിയോസ് കണ്ട് പഠിച്ചവർക്കാണെന്നുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഡിജിറ്റലിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ആ SCRന്റെ ഡയാക്കിന്റെ ഇതിലേക്ക് ടെർമിനൽസ് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെ ടെസ്റ്റിലായിട്ടും അതേപോലെ തന്നെ മാരത്തോൺ MCQയിലൊക്കെ നമ്മൾ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിജിറ്റലിലാണെന്നുണ്ടെങ്കിലും ഗേറ്റ്സ് വെച്ചിട്ട് എത്ര ഗേറ്റ്സ് വരുന്ന ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കുറെ ഇതിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെക്ടിഫയറിന്റെ ഭാഗത്ത് നിന്ന്, റെക്ടിഫയറിൽ എപ്പോഴും നമ്മൾ ആ ഒരു ടേബിൾ ഞാൻ എപ്പോഴും പഠിക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു ഭാഗത്തു നിന്നാണെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നതാണെങ്കിൽ അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയായിരുന്നു. അപ്പൊ നമ്മുടെ നമ്മൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ടെസ്റ്റ് സീരീസും ഒക്കെ നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തവർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് വരുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ റാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. പ്രൊഫഷണൽ ആയിട്ടുള്ള കീയും കൂടെ വെച്ച് ഒന്ന് നോക്കി കൺഫേം ചെയ്തിട്ട് ഉടനെ തന്നെ അത് ചെയ്യുന്നതായിരിക്കും. സോ എക്സാം ഇനി നല്ല രീതിയിൽ എഴുതാൻ പറ്റിയാലും പറ്റാത്തവരാണെങ്കിലും എക്സാം കഴിഞ്ഞു, അതോടുകൂടി അത് വിടുക. ഇനി അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പൊ ഇനിയിപ്പോ വിഷു ഒക്കെയാണ് വരുന്നത്. അപ്പൊ 2 ദിവസം റെസ്റ്റ് എടുത്തതിന് ശേഷം നെക്സ്റ്റ് വീക്ക് മുതൽ ഇനി നമുക്ക് മുന്നിൽ വരാനുള്ള എക്സാം എന്ന് പറയുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം ആണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ നമുക്ക് ഇലക്ട്രോണിക് മെക്കാനിക്, കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, മെഡിക്കൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സുകാർക്കാണെങ്കിൽ ഈ 3 എക്സാം വരുന്നുണ്ട്. അപ്പം സെപ്റ്റംബർ സ്ലോട്ടിലാണ് നമുക്കിപ്പോ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം വരുന്നതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനിയുള്ള മാസങ്ങൾ അതിനുള്ള പ്രിപ്പറേഷൻ നമുക്ക് തുടങ്ങാം. അപ്പോൾ പുതിയ സിലബസ് വന്നിട്ടില്ല, പ്രീവിയസ് ഇയർ സിലബസ് വെച്ചിട്ടാണ് നമ്മളിപ്പം ലേണിനോയില് നമ്മളെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൊല്യൂഷൻ വീഡിയോസ് നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. ഈ ഒരു പരീക്ഷ കഴിയാൻ വെയിറ്റ് ചെയ്യായിരുന്നു. മെയിൻ സിലബസ് നമുക്ക് അടുത്ത എക്സാമിനുള്ള സിലബസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെയുള്ള കോച്ചിങ് ചെയ്ത പോലെ തന്നെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളും MCQസും നോട്ട്സും ടെസ്റ്റ് സീരീസും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ജനറൽ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, എക്സാമിനോട് അടുപ്പിച്ച് പെട്ടെന്നൊക്കെ പഠിച്ചു പോയി എന്നുള്ളത് കൊണ്ട് നമുക്ക് നല്ലൊരു സ്കോർ ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ നിരന്തരമായിട്ടുള്ള എഫേർട്ട് വളരെ അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള പഠനം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഏർലി പ്രിപ്പറേഷൻ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പൊ സെപ്റ്റംബറിലല്ലേ എക്സാം വരുന്നുള്ളൂ, ഇപ്പൊ തന്നെ പഠിക്കേണ്ട ആവശ്യമില്ലോ, അങ്ങനെയല്ല. കാരണം ഇന്നത്തെ ചില ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് കുറച്ച് അതായത് ഏത് ഉത്തരം വരും ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുകയും കുറെ അധികം ക്വസ്റ്റ്യൻസ് കാണുകയും പ്രാക്ടീസ് ചെയ്യുകയും ടെസ്റ്റ് സീരീസുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ആൻസേഴ്സ് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ജനറൽ ആയിട്ട് പറയാനുള്ളത്. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഒരു മാസം കൊണ്ടൊക്കെ സ്പീഡിൽ പഠിച്ചു പോയാൽ നമുക്ക് കുറെ ചോദ്യങ്ങളൊക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നല്ലൊരു റാങ്കിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഡീപ്പായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അത്രയും കൂടുതൽ സമയം നമ്മൾ എഫേർട്ട് എടുത്ത് കൂടുതൽ കണ്ടന്റ്സ് പഠിക്കുകയും ഡീപ്പായിട്ട് കണ്ടന്റ്സ് പഠിക്കുകയും ഇതിൽ പാക്കേജിന്റെ ഒക്കെ കുറിച്ച് വന്നിട്ട് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ പഠിക്കണം എന്നുള്ളത്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങള് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈച്ച് ആൻഡ് എവറി പോയിന്റ് പഠിച്ചവർക്ക് 1 മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റാങ്ക് അത്രയും കൂടും അല്ലെ. അപ്പൊ ഓരോ ചോദ്യവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ രീതിയിലുള്ള പ്രിപ്പറേഷൻ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന് നിങ്ങൾ ചെയ്യണം. അപ്പൊ അതിനുള്ള ഫുൾ സപ്പോർട്ട് നമ്മൾ ലേണിന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.
ഇനി ഇന്നത്തെ എക്സാമിന് നിങ്ങൾക്ക് എത്ര മാർക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യുക. നമ്മളെ ലേണിനോയുടെ കോഴ്സ് ജോയിൻ ചെയ്തവരും അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ മാരത്തോൺ MCQ എന്ന് പറഞ്ഞ 1000 ചോദ്യങ്ങളാണ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്തത്. നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലും അതേപോലെ നമ്മൾ വീഡിയോസ് ലാസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത റിവിഷൻ വീഡിയോസും ഒക്കെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയി എന്നുള്ളത് നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെയും കൂടെ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്നുള്ളത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം വരുമ്പോഴും നമ്മൾ ആ ഒരു സജഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളും അപ്ഡേറ്റ് ചെയ്തിട്ട് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ലേണിനോ തയ്യാറാണ്. സോ എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. താങ്ക് യു.